സ്വാമി സ്വാമി, ഇവിടെ കൃഷ്ണമൂർത്തിയുടെ വീടേതാ? കൃഷ്ണമൂർത്തിയാ? ഏത് കൃഷ്ണമൂർത്തി? ജി കൃഷ്ണമൂർത്തി. ഒരു ടെലിഗ്രാം ഉണ്ട്. ടെലിഗ്രാമാ? അയ്യോ, ഒരുവേള അപ്പാവുക്കാർക്കുമോ? സാമിടപ്പന്റെ പേര് കൃഷ്ണമൂർത്തി ആമാ. എന്നാ വിളി? செத்து 3 வருஷம் ஆச்சு. இப்ப யாரு டெலிகிராம் அடிச்சிருக்கா? ചത്തുപോയാ? ஆமா. അയ്യേ, ഇയാൾക്ക് എന്താ വട്ടുണ്ടാ? ഓ നിന്നെ എന്തേ ചത്തിട്ടില്ലേ? അതല്ല, നിങ്ങൾ അത് അഡ്രസ് ശരിക്കും വായിച്ചേ നോക്കട്ടെ. ജെ കൃഷ്ണമൂർത്തി, സൺ ഓഫ് പാർവതി അമ്മാൾ, നമ്പർ 3 ഈശ്വരൻ ഓ യവനാ, യവൻ അപ്പാവല്ലേ? എൻ മരുമകൻ, എന്നോட സിസ്റ്റർ തൻ. പഠിച്ച് പാസ്സായിട്ടും ജോലിക്ക് പോകാതെ നാടകം കളിച്ചടക്കുന്നില്ല ഒരു കുരുത്തം കെട്ടവൻ അവൻ താ. മോളെ കൃഷ്ണമൂർത്തി വീടല്ലേ ഇത്? കൃഷ്ണമൂർത്തിക്കോ ടെലിഗ്രാം ഉണ്ടല്ലോ. കൃഷ്ണമൂർത്തി അല്ലേ ഇവിടെ? ഇതിലൊന്നും ഒപ്പിടണല്ലോ. അണ്ണ മടത്തി പൂജയ്ക്ക് പോയിരിക്കും, അവിടെ ചെന്നാ കാണാം. എതുക്ക് ടെലഗ്രാം താനേ ഒപ്പിട്ട് വായിക്കോ. ഇത് അവനുടെ പെങ്ങള് ഒപ്പിട്ട് കൊടുക്കും. വാങ്ങി പാരടി. എവിടെ ഒരു ഒപ്പ്? பாரு சீக்கிரம் பாருடி. என்னடி என்னாச்சு? மாமி, கிருஷ்ணமூர்த்தி அண்ணா எனக்கு வேலை கிடைச்சிருக்கு. என்ன? கிருஷ்ணமூர்த்தி அண்ணா எனக்கு வேலை கிடைச்சிருக்கு மாமி. ब्रह्मचारिण स्वाहा, समाजो ब्रह्मचारिण स्वाहा, यशोजनेशानि स्वाहा, श्रेयान्वत्यसोदानि स्वाहा, यशोजनेशानि स्वाहा, श्रेयान्वत्यसोदानि स्वाहा, संस्वाभगप्रविशानि स्वाहा, समाभगप्रविश स्वाहा. அம்மா இன்னும் வரல, நான் பாட்டு படிப்பிக்க போயிருக்கா. എനിക്ക് ജോലി കിട്ടിയ കാര്യം പറഞ്ഞ? இல்லையே, அவ போனதுக்கு அப்புறம் தான் டெலிகிராம் வந்தது. എനിക്ക് ജോലി കിട്ടിയ കാര്യം ലോകത്തിൽ ആദ്യം അറിയേണ്ടത് എന്റെ അമ്മ. கிருஷ்ணமூர்த்தி, பஞ்சாங்க நில்லு. இப்போ உனக்கு ஒரு வேலை கிடைச்சிருக்கு இல்லையா? இவ்வளவு காலமா நீயும் அம்மாவும் எங்களை தொந்தரவு பண்ணிட்டு இருந்தது. இனியாவது அம்மாவை கூட்டிட்டு போகப்படாதா? பாட்டு படிப்பிக்கத்தான் வரேன். இது இப்ப எல்லாம் பாட்டு படிப்பிக்கிறத விட இந்த வேலைக்கு கொடுக்கறா. அதான். என்ன மாமி இது? இவன் எவ்வளவு சந்தோஷமான காரியத்தை சொல்ல வந்து தெரியுமா? அவனுக்கு வேலை கிடைச்சாச்சு மாமி, வேலை. கல்கட்டா கன்ஸ்ட்ரக்ஷன் கம்பெனி பெரிய கம்பெனி.
அவங்க இப்ப கொச்சியில புதுசா கன்ஸ்ட்ரக்ஷன் ஸ்டார்ட் பண்ண போறாங்களா. அந்த கொச்சி கன்ஸ்ட்ரக்ஷனுக்கு இந்த கிருஷ்ணமூர்த்தி தான் சீஃப் சைட் ஆபீசர். 6 மாசம் தான் ப்ரொபேஷன். அது முடிஞ்ச 4 லட்சம் சம்பளம், அப்புறம் காரு, பங்களா, கோட்டேஜ் எல்லாம் கிடைக்குமா. அப்படியா கண்ணா? എല്ലാ വീടും ഒരുപോലെ ഉണ്ടല്ലോ, എങ്ങനെ ഒന്ന് തിരിച്ചറിയാ? നിർത്തേ നിർത്തേ, ചോദിച്ചിട്ട് പോവാ. സ്വാമി ഒന്നും കൂടെ നോക്കിയേ. എന്താ? ഈ കൃഷ്ണമൂർത്തിയുടെ വീടറിയോ? കൃഷ്ണമൂർത്തി, ജി കൃഷ്ണമൂർത്തി. കൽക്കട്ട കൺസ്ട്രക്ഷൻ കമ്പനിയിൽ സൈറ്റ് ഓഫീസറായിട്ട് ജോലി കിട്ടിയ കൃഷ്ണമൂർത്തി അല്ലേ? 4 ലക്ഷം ശമ്പളം, കമ്പനിക്കാർ, ഡ്രൈവർ, ക്വാർട്ടേഴ്സ്, ഇതൊക്കെയുള്ള കൃഷ്ണമൂർത്തി അല്ലേ? ഇറങ്ങി വന്നോളൂ. അവൻ എന്റെ മരുമകനാ. മരുമകൻ ആണോ? എവിടുന്നാ? ഞാനും കലക്കട്ട കമ്പനിന്നാ. ആഹാ. എന്റെ പേര് ജോസഫ്. കൃഷ്ണമൂർത്തി സ്വാമിയെ നേരിട്ട് കാണാൻ വേണ്ടി വന്നതാ. അതിനെന്താ വിഷമം? ഡേ കൊഞ്ചം എങ്ക വാടാ. என்னப்பா? കൃഷ്ണമൂർത്തി സ്വാമി, അയ്യോ എന്റെ സ്വാമി എന്നെ രക്ഷിക്കണേ. അയ്യോ, പൊന്നു സ്വാമി, എന്നെ രക്ഷിക്കണം. അയ്യോ സ്വാമി, അവിടെ നിൽക്ക് സ്വാമി. എന്റെ സ്വാമി എന്നെ രക്ഷിക്കണം. എടോ, 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 ഞാൻ എന്തായി കാണിക്കാൻ? കാര്യം പറയാനാണ്. അതിന് ഇവൻ കൃഷ്ണമൂർത്തി അല്ല. അയ്യേ, പിന്നെ ഇതെന്തത്? ഇതെന്റെ മകൻ പട്ടാഭി, പട്ടാഭിരാമൻ. കൃഷ്ണമൂർത്തി, എന്റെ കൃഷ്ണമൂർത്തി സ്വാമി എന്നെ രക്ഷിക്കണേ. എന്റെ പൊന്നു സ്വാമി എന്നെ രക്ഷിക്കണേ. അയ്യോ ഞാൻ വിടില്ല. வந்ததுல இருந்து இதுதான். ஒவ்வொருத்தன் காலையில விழுந்துட்டே வர்றான். கேட்டா உங்க கூட வேலை பார்க்கறவனாக்கும். കൊച്ചിയിൽ കലക്കട്ട കൺസ്ട്രക്ഷൻ കമ്പനിയിൽ സ്വാമിയുടെ അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യേണ്ട ആളാ ഞാൻ. പേര് കെ ജോസഫ്. ഓ അത് ശരി. ഇതാ സ്വാമിയുടെ കൂടെ കൊച്ചിയിലേക്ക് വരാൻ പോണ അമ്മ. അതെ. എന്റെ അമ്മേ. ഇയാൾക്ക് എന്താ വേണ്ടേ? സ്വാമിയുടെ വന്നേ. എന്നടാ മൂർത്തി, എന്നാ ഇതല്ല? ഒന്നുമില്ല പട്ടാഭി, നീ അമ്മയെ കൂട്ടിട്ട് പോ. ഇങ്ങ് വന്ന് സ്വാമി. ഞാൻ വരാന്ന് പറഞ്ഞില്ലേ? മൂർത്തി, ஒண்ணுமில்ல மாமி, ஒண்ணு நடக்காது, வாங்கோ. സ്വാമി, സ്വാമിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയ ജോലിയല്ലേ ഇത്? ആ. അപ്പൊ ദയവ് ഇത് സ്വാമി ഈ ജോലിക്ക് വരരുത്. ആ, ഈ ജോലിക്ക് സ്വാമി വരരുതെന്ന്. ഈ ജോലി സ്വാമിക്ക് പറ്റില്ല. പറ്റില്ലേ? എന്താ പറ്റില്ല? ഈ വെണ്ടയ്ക്കും മുരിങ്ങയ്ക്കും സാമ്പാറും ഒക്കെ കഴിച്ചു കഴിയുന്ന ഒരു സ്വാമിക്ക് പറ്റിയ പണിയല്ല ഇത്. ആ സ്ഥലം ഏതാണെന്ന് അറിയോ? വിയറ്റ്നാം കോളനിയാണ്. വിയറ്റ്നാം കോളനി. എന്താ? വിയറ്റ്നാം കോളനിന്ന്. വിയറ്റ്നാം കോളനിയാ? ഈശോയെ, വിയറ്റ്നാം കോളനിന്ന് കേട്ടിട്ടില്ലേ? പറവൂർ റാവുത്തർന്ന് കേട്ടിട്ടുണ്ടാ? ഇരുമ്പു ചോർന്ന് കേട്ടിട്ടുണ്ടാ? കണ്ണസ്രാങ്കെന്ന് കേട്ടിട്ടുണ്ടാ? വട്ടപ്പള്ളിന്ന് മല്ലയ്യാന്ന് കുഞ്ഞാപ്പിന്ന് കേട്ടിട്ടുണ്ടാ? 8ഉം 10ഉം കൊലപാതകങ്ങൾ ചെയ്തിട്ട് ഇനി ആരാ കൊല്ലേണ്ടെന്ന് ചോദിച്ചു നടക്കുന്ന പിശാചുക്കളാ അവര്. അവന്മാരെയൊക്കെ കുടിയൊഴിപ്പിക്കാനാ കമ്പനി സ്വാമിനെ അങ്ങോട്ട് ക്ഷണിച്ചിരിക്കുന്നത്. അവിടെയാണ് സൈറ്റ് ഓഫീസ് ഓർക്കേണ്ടതും കൺസ്ട്രക്ഷൻ നടത്തുന്നതും. എന്താ പോണോ? പോണോ? പറ. സൈറ്റ് ഓഫീസ് പോയിട്ട് കമ്പനിയുടെ ഒരു മുട്ടുസൂചി അതിനകത്ത് തറയ്ക്കാൻ അവന്മാര് സമ്മതിക്കില്ല. പിന്നെയാണ് കൺസ്ട്രക്ഷൻ. ഒന്നും മനസ്സിക്കളെ അവന്മാര്. സ്വാമി ദയവേദി ജോലിക്ക് വരരുത്. സ്വാമി വന്ന സ്വാമിയുടെ കൂടെ എന്നെ അങ്ങോട്ട് കെട്ടിരിക്കേണ്ടതായിട്ട് വരും. ഭാര്യയും 3 മക്കളുള്ളവനാ ഞാൻ. എന്റെ കാര്യം പോട്ടെ, സ്വാമി അവരെ വയ്യാതാരാക്കരുത്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇനി സ്വാമിയുടെ ഇഷ്ടം. ജോസഫ്, ജോസഫ്, 10-15 കൊല്ലം ബംഗാളി കിടന്ന് കഷ്ടപ്പെട്ടവനാ ഞാൻ. ഒടുക്ക അവിടെ കിടന്ന് നിലവിളിച്ചിട്ടാ ഇങ്ങനെ ട്രാൻസ്ഫർ കിട്ടിയത്.